രാജസ്ഥാനിൽ ബസ്സിന് തീപിടിച്ച് 2 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ലീപ്പർ ബസ്സിനാണ് തീപിടിച്ചിരിക്കുന്നത്. ജയ്പൂർ ഡൽഹി ഹൈവേയിലാണ് ഈ സംഭവം ഉണ്ടായത്. 12 പേർക്ക് പൊള്ളലേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടമെന്നും അറിയുന്നു. അർജുൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഇപ്പോൾ എവിടെ വെച്ചായിരുന്നു, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? എത്ര പേർക്ക് ഈ ദുരന്തത്തിൽ പെട്ട് 2 പേർ മരിച്ചു എന്ന് പറയുന്നുണ്ട്. എത്ര പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്? ഇപ്പോൾ സ്ഥലത്തെ സ്ഥിതി എന്താണ്? എല്ലാവരും അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞോ? എല്ലാവരെയും അവിടെ നിന്നും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജസ്ഥാനിലെ ടോഡെ ഗ്രാമത്തിൽ, അതായത് ജയ്പൂർ ഡൽഹി ദേശീയപാതയിലാണ് ഈ ഗ്രാമം വരുന്നത്. അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം 11 kV ലൈനിന്റെ കമ്പികൾ ഈ ബസ്സിന് മുകളിൽ തട്ടിയപ്പോഴാണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 2 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. 10 പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അവരെ എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ബസ്സിനകത്തുണ്ടായിരുന്ന മറ്റുള്ളവരെ എല്ലാവരും പുറത്തെടുത്തു. അവരെ എല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും വ്യക്തമാക്കുന്നത്. കൂടുതൽ പരിശോധനകൾ അടക്കം നടത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ ഗുരുതരമായി പൊള്ളലേറ്റ, അതായത് 10 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അവരെ ജയ്പൂരിലേക്ക് കൂടുതൽ ചികിത്സ നൽകാൻ വേണ്ടിയിട്ടടക്കം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ ബസ്സിൽ അകത്തുണ്ടായിരുന്ന എല്ലാവരും തൊഴിലാളികളാണ്. ഉത്തർപ്രദേശിൽ നിന്നും വന്ന തൊഴിലാളികളാണ്. കൂലിപ്പണികൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടെല്ലാമായി അവിടെ എത്തിയ തൊഴിലാളികളാണ്. ഈ മരണപ്പെട്ടവർ 2 പേരും ഉത്തർപ്രദേശ് സ്വദേശികൾ തന്നെയാണെന്നാണ് നിലവിൽ പോലീസ് അടക്കം അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും കൂടുതൽ പരിശോധനകളും അന്വേഷണവും നടത്തും. ഈ 11 kV ലൈനിൽ തട്ടി തന്നെയാണോ ഇത്തരത്തിൽ തീ പടർന്നത് എന്നുള്ള കാര്യത്തിനടക്കം സ്ഥിരീകരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്.